അടുത്ത അധ്യയന വർഷം 10ലേക്ക് കടക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്കറിയാം അടുത്ത വർഷം എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇയർ ഇൻ യുവർ ലൈഫാണ്. സോ നെക്സ്റ്റ് ഇയറിൽ ഫുൾ എ പ്ലസ് നേടാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഫോളോ ചെയ്യേണ്ട 5 ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സോ എല്ലാവർക്കും അറിയാം 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഈ ഇയർ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റൊക്കെ മാറി സിലബസൊക്കെ കുറച്ച് ഡീപ്പായിട്ട് തന്നെ ഉണ്ട്. സയൻസ് സബ്ജക്റ്റുകളായാലും സോഷ്യൽ സബ്ജക്റ്റുകളായാലും മറ്റ് സബ്ജക്റ്റുകളായാലും എല്ലാം ഡീപ്പായിട്ട് തന്നെയുണ്ട്. സോ നമുക്ക് ടിപ്സിലേക്ക് കിടക്കാം. ടിപ്പ് നമ്പർ 1, സെറ്റ് ക്ലിയർ ഗോൾസ്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫുൾ എ പ്ലസ് തന്നെയാണല്ലേ. അതിനപ്പുറം ഒരു ഗോൾ നിങ്ങൾക്കില്ല. ഫുൾ എ പ്ലസ്. നമുക്കറിയാം സയൻസ് സ്ട്രീം ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും ഏത് സ്ട്രീം എടുക്കണമെങ്കിലും നമുക്ക് ഇന്നത്തെ കാലത്ത് എന്ത് തന്നെ വേണം? ഫുൾ എ പ്ലസ് വേണ്ട. പണ്ടൊരു ടോക്ക് ഉണ്ടായിരുന്നു, മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? സയൻസ് എടുക്കാം. മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്സിലോട്ടോ ഹ്യൂമാനിറ്റീസിലോട്ടോ ഒക്കെ പോകാമെന്ന്. അത് അട്ടർലി ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു ടോക്കാണ്. ഇന്നത്തെ കാലത്ത് ഒരിക്കലും മാർക്ക് കുറഞ്ഞ ആൾക്കാർ എടുക്കുന്നതല്ല ഹ്യൂമാനിറ്റീസും കൊമേഴ്സും. അങ്ങനെ ഒരു ചിന്തയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രീമിലും അഡ്മിഷൻ കിട്ടത്തില്ല. മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സയൻസിലായാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സിലായാലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഫുൾ എ പ്ലസ് തന്നെ ആയിരിക്കണം. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആണ്, കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള കുട്ടികളാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏത് പ്രൊഫഷൻ എടുക്കണം എന്നുള്ളത് ഇപ്പോഴേ നിങ്ങൾക്കൊരു തീരുമാനം വേണം. സോ നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം ഫുൾ എ പ്ലസ് തന്നെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലിയർ ഗോൾസ് എല്ലാം ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒന്ന് മറിച്ച് നോക്കുക. നിങ്ങളുടെ വീക്ക് സബ്ജക്ട്സ് ഏതാണെന്ന് നോക്കി അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുക. ടിപ്പ് നമ്പർ 3, ക്രിയേറ്റ് എ സ്റ്റഡി റൊട്ടീൻ. നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഈ ഒരു വെക്കേഷൻ ടൈമിൽ പോലും ഡെയിലി 2 അവേഴ്സ് കൃത്യമായി ഫോക്കസ് ചെയ്താൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൊണ്ടുവരാൻ കഴിയും. സോ 2 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി പഠിക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 3, സ്മാർട്ട് സ്റ്റഡി ടെക്നിക്സ്. നിങ്ങൾ ജസ്റ്റ് ടോപ്പിക്സ് വായിച്ചു പോകുന്നതിലുപരി ആ ഒരു ടോപ്പിക്കിലെ കീ കൺസെപ്റ്റ്സ് എന്ത് ചെയ്യുക? മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫ്ലോ ചാർട്ട്സ് വഴിയും ഡയഗ്രാംസ് വഴിയും മൈൻഡ് മാപ്സും വഴി എന്ത് ചെയ്യുക? ഓരോ ഐഡിയാസും മനസ്സിലാക്കുക. നിങ്ങൾ വരയ്ക്കുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട്സും കുഞ്ഞു കുഞ്ഞു ഷോർട്ട് നോട്ട്സും ഒക്കെ നിങ്ങളെപ്പോഴും കാണുന്ന ഒരു ചുവരിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നും ആ ഒരു പിക്ചറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിലൂടെ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഫ്ലോ ചാർട്ട്സും ഡയഗ്രാംസും ഒക്കെ വരച്ച് പാർട്സൊക്കെ ലേബൽ ചെയ്ത് നിങ്ങളെപ്പോഴും കാണുന്നൊരു ചുവരിൽ ഒട്ടിച്ച് വയ്ക്കുക. ടിപ്പ് നമ്പർ 4, സ്റ്റേ കൺസിസ്റ്റൻസി. ഡെയിലി പഠിക്കുക, ഈവൺ ഇഫ് ഇറ്റ്സ് ഫോർ എ ഷോർട്ട് ടൈം. അരമണിക്കൂറാണെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി പഠിക്കുക. മറ്റൊന്നാണ് ഇനഫ് സ്ലീപ്പ്. 6 മുതൽ 7 മണിക്കൂർ വരെയുള്ള സ്ലീപ്പ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ദെൻ ഈറ്റ് ഹെൽത്തി, ടേക്ക് ബ്രേക്സ്, യുവർ ബ്രെയിൻ നീഡ് റെസ്റ്റ് ടു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ബ്രെയിനിന് ആവശ്യത്തിനുള്ള റെസ്റ്റൊക്കെ കൊടുക്കുക, സ്ക്രീൻ ടൈമൊക്കെ ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ദ ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, സ്റ്റേ മോട്ടിവേറ്റഡ്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളെപ്പോലെ മറ്റാർക്കും കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോസ് കണ്ട് ആ ഒരു ടൈം മോട്ടിവേറ്റ് ആവുന്നതിന് പകരം സ്വയം നിങ്ങൾ സ്റ്റേ പോസിറ്റീവ് ആയിരിക്കാനും സ്റ്റേ മോട്ടിവേറ്റഡ് ആയിരിക്കാനും ശ്രമിക്കുക. ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വെക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാം. സോ ഈ വെക്കേഷൻ വെറുതെ കളിച്ച് കളയാതെ നെക്സ്റ്റ് അപ്കമിങ് ഇയറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.